رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുറാഹിമായ അല്ലാഹുവേ, ഞങ്ങളുടെ മജ്‌ലിസിനെ കബൂലാക്കണം റഹ്മാനെ. പരിശുദ്ധമായ ജുമുഅ ദിവസം, റമദാൻ മാസം എല്ലാത്തിനെയും ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങൾക്ക് നീ അഫൂ ചെയ്യണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ സൂറത്തുൽ വാഖിഅ അതിൻ്റെ കുറച്ചും ആയത്തുകൾ ഓതി ആ ആയത്തുകളിൽ കൂടി മുഫസ്സിരീങ്ങൾ എന്താണ് നമുക്ക് വ്യാഖ്യാനിച്ചു തന്നത്, ചെറിയ ഒരു ഭാഗം മാത്രമേ ഞങ്ങൾ എന്താക്കിയത് ഇവിടെ എടുത്തത്. അല്ലാഹു ഇതെല്ലാം കബൂൽ ചെയ്യട്ടെ. എല്ലാവരോടും പറയാനുള്ളത്, 3 വിഭാഗം ഖിയാമത്ത് നാളിൽ ആകും. അതിൽ അസ്ഹാബുൽ യമീൻ, അസ്ഹാബുൽ മശ്അമ, സാബിഖീങ്ങൾ ഏറ്റവും ഉത്തമന്മാർ. എല്ലാവരോടും പറയാനുള്ളത്, നമുക്ക് സാബിഖീങ്ങളെ കൂട്ടത്തിൽ തന്നെ പെടണം. അതല്ലെങ്കിൽ അസ്ഹാബുൽ യമീൻ അവരുടെ വിഭാഗത്തിലെങ്കിലും പെടണം. അതിന് എന്ത് വേണം? നമ്മുടെ ജീവിതം നന്നാക്കണം. ഈ സൗണ്ട് കേൾക്കുന്ന എല്ലാവരോടും പറയാനുള്ളത്, വലിയ വലിയ ഇബാദത്ത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ സമൂഹത്തിൽ എന്തെല്ലാം നല്ല ഹൈറാത്തുകളുണ്ട്, അതൊക്കെ എല്ലാവരും എന്താക്കണം, സപ്പോർട്ട് കൊടുക്കണം. അതൊക്കെ എന്താക്കണം, മുന്നിൽ നിൽക്കണം. അതേപോലെ നമ്മൾ വ്യക്തി ജീവിതം അതെന്താക്കണം, നന്നാക്കണം. ആരും ബേജാറാക്കൂട്ടില്ല. നമ്മുടെ മുണ്ടുടുക്കുന്നത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള സുന്നത്ത് പോലെ, ഞങ്ങളെ ഡ്രസ്സ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള സുന്നത്ത് പോലെ, ഞങ്ങളെ ഔത്തുള്ള പെണ്ണുങ്ങ അല്ലാഹുവിൻ്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൊരുത്തപ്പെട്ട, ഇസ്ലാം ദീൻ പൊരുത്തപ്പെട്ട ആ രൂപത്തിലായിരിക്കണം ഞങ്ങൾ ഔത്തിലുള്ള പെണ്ണുങ്ങ ഔത്തിന് പുറത്തു പോകേണ്ടത്. ഔറത്ത് മറക്കാതെ, മുഖം മറക്കാതെ, മാറ് മറക്കാതെ ആ ഒരു പോകുന്നൊരവസ്ഥ ഞങ്ങളുടെ ഔത്തിലെ പെണ്ണു തീറ. അള്ളാഹുവിനെ പേടിച്ച് ഭയപ്പെട്ട് ജീവിക്കണം. ചമ്മത്താളുമാർ അൽഹംദുലില്ലാഹ് ഞങ്ങളുടെ ഊടയിലെ ഭാര്യക്കോട് കണ്ട് ചമ്മത്താളുമാരെ നമ്മളെ മണികണ്ടിന്ന് കീള് മുണ്ടുടുക്കുന്നത് കണ്ടുകൊണ്ടുണ്ട്, അല്ലെങ്കിൽ കീള് പാൻറ്റ് പോണത് കീളാവത് കണ്ടുകൊണ്ടുണ്ട്. ഒരിക്കലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അംഗീകരിച്ചതല്ല. ഒരിക്കലും ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ അതല്ലെങ്കിൽ റബ്ബാകുന്ന അള്ളാഹു ഒരിക്കലും അംഗീകരിച്ചതല്ല. മുത്തുനബിന്റെ ഹദീസ് ഇൻഷാ അല്ലാഹ് ഇത് ചെറിയൊരു ഭാഗം നടത്തി നാളെ പിന്നെ ഇത് സൂറത്ത് വാഖിഅ ഇരട്ട ആയത്തിൽ കടക്കും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സലാസത്തുൻ ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ അല്ലാഹ് പടക്ക പറയാൻ ചൊല്ലും. ഖിയാമത്ത് നാളിൽ അല്ലാഹു അവരോട് സംസാരിക്കുകയില്ല. വലാ യൻദുറു ഇലൈഹിം, അല്ലാഹു തആല അവരുടെ ഭാഗത്തേക്ക് റഹ്മത്തിന്റെ നോട്ടം നോക്കുകയില്ല. വലാ യുസക്കീഹിം, അല്ലാഹു അവർക്കൊന്നും ചെയ്യുകയില്ല. വലഹും അദാബുൻ അലീം, വളരെ ശക്തമായ, വളരെ കടുപ്പമാക്കപ്പെട്ട അവർക്കെന്തുണ്ട്? അദാബുണ്ട്. ഖാല ഫഖറഅഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 മറാത്തിൻ, 3 വട്ട. അല്ലാഹു നോക്കുകയില്ല, അല്ലാഹു സംസ്കരിച്ചെടുക്കുകയില്ല, അവരോട് പളക്ക പറയൂല, സംസാരിക്കൂല. ചെന്നിട്ട് 3 വട്ട മുത്തുനബി ചൊന്നു. ഖാല അബൂദർ, അപ്പോൾ റിവായത്ത് ചെയ്ത അബൂദർ ഗിഫാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാബു വ ഖസിറു, മുത്തുനബിയെ ആ വിഭാഗം പരാജയപ്പെട്ടു, അവർ നഷ്ടപ്പെട്ടു പോയി. മൻഹും യാ റസൂലല്ലാഹ്, ആറായിട്ടിരിക്കുന്നത്? അല്ലാഹു തആല സംസാരിക്കാത്ത, അല്ലാഹു തആല പളക്ക പറയാത്ത, റഹ്മത്തിന്റെ നോട്ടം നോക്കാത്ത ആ വിഭാഗം ആരാണ്? അപ്പോഴാണ് ഹബീബായ മുത്തുനബി പറഞ്ഞത്, അൽ മുസ്ബിലു, നെരിയാനെ കാട്ടും താഴെ ആക്കിയിട്ട് ഡ്രസ് ഇട്ടിറങ്ങാം, മുണ്ടിട്ടിറങ്ങാം, പാൻറ് ഇട്ടിറങ്ങാം. അതേപോലെ വൽമന്നാനു, കൊടുത്തത്, എന്തെങ്കിലും ധർമ്മം ചെയ്തത് അതിനെ പിന്നെ ചൊന്നോണ്ടിക്കലാണ്, അങ്ങ് അതാക്കിയ ഇതാക്കിയ അങ്ങനെ അകത്തുണ്ടല്ലേ. ഞങ്ങൾ എന്തെങ്കിലും സ്വതക്ക കൊടുത്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും പാവപ്പെട്ടവർക്ക് അധികം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ പിന്നെ എന്നിട്ട് ചൊന്നോണ്ടിക്കത്, അങ്ങനെയും അല്ലാഹു തആല നോക്കുകയില്ല. കള്ള സത്യം ചെയ്തിട്ട്
അവന്റെ ചരക്കിന് സേളാക്കിട്ട് മനസ്സിലാക്കും. ഇത് ഒറിജിനാള്, ഇത് അസുരൻ ചെന്നിട്ട് വല്ലാഹി ബില്ലാഹി തല്ലാഹിയും ചൊല്ലിട്ട് കള്ള സത്യം ചെയ്തിട്ട് അവന്റെ സാമാനത്തിന് ചരക്കിടെ ചേളാക്കിട് അങ്ങനത്തെ ആളുമാരെ മുഖത്ത് ഇതേ ഭാഗത്തേക്കും അള്ളാഹു നോക്കുകയില്ല. അപ്പൊ ഞാനിവിടെ പറഞ്ഞു വന്നത്, നല്ലോണം പാൻറ് ഇടങ്ങാവട്ട് മുണ്ടെടുക്കങ്ങാട്ട് ആറാവട്ട് നെരിയാണി ഒരേ പ്രശ്നമില്ല, അവിടത്തോളം ഉണ്ട്. നെരിയാനെക്കാട്ട് കീഴ് പോകുത്തീറ. നിങ്ങൾക്ക് എന്തെങ്കിലും ബേജാറ്? എത്ര പേര് ഡോക്ടർമാരും എഞ്ചിനീയർമാരും വലിയ വലിയ ആളുമാരും അങ്ങനെ പാൻറ് കറക്റ്റ് കിട്ടി. നിങ്ങൾക്ക് എന്തെങ്കിലും ബേജാറ്? നിങ്ങൾക്ക് എന്തെങ്കിലും ചങ്കി? ചിലപ്പോൾ ആരെങ്കിലും തമാസാക്ക് പറഞ്ഞു നിൽക്കുന്നത്, ആരോ ഒത്തും തമാസാക്കായിട്ട് നിങ്ങൾക്ക് എന്താ വിഷയത്തിൽ ടെൻഷന്? നിങ്ങൾക്ക് വേണ്ട ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ. അപ്പോ അത് ശ്രദ്ധിക്കണം. രണ്ടാമത്, പരിശുദ്ധമായ റമളാൻ തീർന്നാൽ ഒരുപാട് ഹദീസുണ്ട്, അതിന് പറയാൻ ടൈമില്ല. പരിശുദ്ധമായ റമളാൻ തീർന്നാൽ പെരുന്നാൾ വരും. ഈ സൗണ്ട് കേൾക്കുന്ന എല്ലാ ബാലക്കരോടും, ഈ മജ്‌ലിസ് ഉള്ളവരും അതേപോലെ ഓൺലൈനിൽ ഈ ക്ലിപ്പ് കേൾക്കുന്നവരെല്ലാവരോടും പറയാനുള്ളത്, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്താകുന്ന ഈ മുടി ആ നിയമം പോലെ എടുക്കണം. ഏതോ യഹൂദികള് നസാറാക്കൾ എടുക്കും പോലെ ഒരിക്കലും എടുത്തു പോകരുത്. അത് അള്ളാഹുവിന്റെ റസൂലിക്ക് ഇഷ്ടമാകൂല. ചിലപ്പാരും പറയും, നിനക്ക് നേരം വെളുത്തിട്ടില്ലേ, നീ ഇപ്പോഴും പഴയ അവസ്ഥ തന്നെ ഉള്ളോ ചെല്ലിട്ട്. അത് നോക്കണ്ട, അത് നോക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളെ വ്യക്തി ജീവിതം നന്നാവണം. അതേപോലെ നിസ്കരിക്കും ആരില്ല, മാഷാ നമ്മളോട് ആരുമില്ല. ഇപ്പൊ പാൻറ് ആൾക്ക് ടീഷർട്ട് ഇട്ടിട്ട് റുക്കൂലേക്ക് പോകുമ്പോൾ ഔറത്ത് വെളിവാകുന്നൊരവസ്ഥ. നിസ്കാരം തന്നെ സ്വഹീഹ് അല്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ മറ്റൊരു ഹദീസിലുണ്ട്, നെരിയാനേക്കാറ്റും താഴെ അവന്റെ മുണ്ട പാൻറ്റ ഇറങ്ങിപ്പോന്നെങ്കിൽ അവന്റെ നിസ്കാരം തന്നെ സ്വഹീഹ് അല്ല. വളരെ വളരെ ഗൗരവമായിട്ട് ആ കാര്യം എൻ്റെ ഈ സൗണ്ട് കേൾക്കുന്ന എല്ലാവരും എന്താക്കണം, അത് എടുക്കണം. അതേപോലെ വ്യക്തി ജീവിതം എപ്പോഴും നന്നാവണം. അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്താണ് ഒരു വാർത്തക്ക് ബേളാസമ ബെളിയാസമ ഉഗ്രടുക്കരുത്, അതേപോലെ മീസ കത്തരിക്കരുത്. ആ സുന്നത്ത് മുഴുവനും തന്നെ ജീവിതത്തിൽ ചെയ്യണം. അപ്പോ ഏതെങ്കിലും ഒരു സുന്നത്ത് നാം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദീനിനെ ഖിദ്മത്ത് ചെയ്യുമ്പോൾ പലരും ഇവിടെ തമാസാക്കാനും പരിഹസിക്കാനും ഉണ്ടാകും. ചിലപ്പോ ദീനി പ്രബോധനം നടത്തുമ്പോൾ, പള്ളിന്റെ പണിയെടുക്കുമ്പോൾ, ദിക്റിന്റെ മജ്‌ലിസ് നടക്കുമ്പോൾ, അല്ലെങ്കിൽ വേറെ ഏത് നല്ല പ്രവർത്തനം ചെയ്യുമ്പോൾ പലരും പരിഹസിക്കാനുണ്ടാകും. അവരോടെല്ലാവരോടും പറയാനുള്ളത്, പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഇന്നല്ലദീന അജ്റമൂ കാനൂ മിനല്ലദീന ആമനൂ യദ്ഹഖൂൻ. ഒരു വിഭാഗം ഇന്നല്ലദീന അജ്റമൂ, ധിക്കാരികളാകുന്ന തെമ്മാടികളാകുന്ന ഒരു വിഭാഗം, കാനൂ മിനല്ലദീന ആമനൂ യദ്ഹഖൂൻ, വിശ്വാസികളായ ഈമാനുള്ള ആളുകൾ പള്ളിയിലേക്ക് പോകുമ്പോൾ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് കേൾക്കാൻ വേണ്ടി ഒരു അല്പസമയം ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ ദീനീ പ്രവർത്തനം ചെയ്യുമ്പോൾ, വിശ്വാസികളെ ആളെ കണ്ടിട്ട് അതാ ഒരു വിഭാഗം സത്യനിഷേധികള് അവർ പരിഹസിക്കും. നിങ്ങക്കെന്താ നേരം വിളിച്ചിട്ടില്ലേ, നീ ഇപ്പോഴും പഴയ ടൈപ്പിൽ തന്നെ ഉള്ളാറാ, നീ ഇപ്പോഴും തൊപ്പി വെച്ചോണ്ട് പള്ളിക്ക് പോണ്ടമ്മ, നീ ഇപ്പോഴും കൈ തസ്ബീന്റെ മാല പിടിക്കണമ്മ, നീ എന്തേ പെണ്ണെ മുഖം മറച്ചിട്ട് പോണ്ടേ, നിന്റെ മുഖം ഒന്ന് കാട്ടി പോകൂ, തീരെ ഇപ്പത്തെ സ്റ്റൈൽ അതല്ലേ. ഇങ്ങനെ പരിഹസിക്കുന്ന വിഭാഗം ഉണ്ടാകും. അവരെ കുറിച്ചിട്ട് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, ഇന്നല്ലദീന അജ്റമൂ കാനൂ മിനല്ലദീന ആമനൂ യദ്ഹഖൂൻ. വിശ്വാസികളായ ആളെ കാണുമ്പോൾ ഒരു വിഭാഗം ആളുകൾ, ധിക്കാരികൾ പരിഹസിക്കും. വഇദാ മർറൂ ബിഹിം യതഗാമസൂൻ. ആ വിശ്വാസികളെ കാണുമ്പോൾ അതാ കൈ കൊണ്ടും കണ്ണുകൊണ്ടും ആംഗ്യം കാട്ടിയിട്ട് അവനെ പരിഹസിക്കും. അരെ നോക്കുള്ള തസ്ബീരിച്ചത്, നോക്കുള്ള പള്ളി വെച്ചത്, അത് നോക്കുക അങ്ങനെ ആക്കിയത്. അങ്ങനെ കണ്ണുകൊണ്ടും കൈ കൊണ്ടും ആംഗ്യം കാട്ടിയിട്ട് പരിഹസിക്കുന്ന തെമ്മാടികള് ആ ധിക്കാരികള് അവരെ ക്യാമ്പിലേക്ക് പോയാൽ ഈ വിശ്വാസികൾ ചെയ്യുന്ന പണിയെ കാണിച്ചിരുന്നാക്കും പരിഹസിക്കും. എന്നതല്ലേ സിക്റിന്റെ മജ്‌ലിസ്, ഖുർആൻ ഓത്തിന്റെ മജ്‌ലിസ്,
ജമാഅത്തിന് വരുന്ന ആളുകളെ പരിഹസിക്കുന്ന പലരും ഇന്ന് ഉണ്ട്. ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്. അവരെ കുറിച്ച് ഖുർആൻ പറയുന്നു, വഇദാ റഅൗഹും ഖാലൂ ഇന്ന ഹഉലാഇ ലളാദ്ദൂൻ. ആ ധിക്കാരികളെ, ആ മുഅ്മിനീങ്ങളെ കണ്ടാൽ അവർ പറയും, ഈ വിഭാഗം അഥവാ ഈ മുഅ്മിനീങ്ങളായ ഈ വിഭാഗം അന്തം വിട്ടവരാണ്, പിഴച്ചവരാണ്. അവരോടാണ് അല്ലാഹ് പറയുന്നത്, വമാ ഉർസിലൂ അലൈഹിം ഹാഫിളീൻ. ആ വിശ്വാസികളെ കാക്കാൻ വേണ്ടി, ആ വിശ്വാസികളെ നോക്കാൻ വേണ്ടി ധിക്കാരികളെ നിങ്ങളെ ഒരിക്കലും ഞാൻ അയച്ചിട്ടില്ലല്ലോ. വിശ്വാസികളെ കുറിച്ച് നിങ്ങൾ എന്തിന് പരിഹസിക്കണം? അവരെ കാര്യം എന്ത് നിങ്ങൾ ചിന്തിക്കണം? അതിന് വേണ്ടിയല്ലല്ലോ നിങ്ങൾ അയച്ചത്. എന്നിട്ട് ഖുർആൻ പറയുന്നു, ഓ ധിക്കാരികളെ, ഓ തെമ്മാടികളെ, ഫൽ യൗമല്ലദീന ആമനൂ മിനൽ കുഫാരി യൽഹഖൂൻ അലൽ അറായികി യൻളുറൂൻ ഹൽ സുബ്ബിബൽ കുഫാറു മാ കാനൂ യഫ്അലൂൻ. നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹ് പറയുന്നു, ഈ ധിക്കാരികളാകുന്ന, ഈ സത്യനിഷേധികളാകുന്ന ആളുകൾ ഖിയാമത്ത് നാളിൽ വന്നാൽ അതാ വിശ്വാസികൾ പറയും, ഓ ധിക്കാരികളെ, നിങ്ങൾ ഇന്ന് നരകത്തിലല്ലേ, നിങ്ങൾ സുഖിച്ചോളൂ, ആ ദുനിയാവിൽ അഹങ്കരിച്ച അഹങ്കാരത്തിനുള്ള എല്ലാ ശിക്ഷകളും നിങ്ങൾ അനുഭവിച്ചോളൂ എന്ന് സ്വർഗനിവാസികൾ പറയും. എവിടെ? അലൽ അറായികി യൻളുറൂൻ ഹൽ സുബ്ബിബൽ കുഫാറു മാ കാനൂ യഫ്അലൂൻ. ആ സ്വർഗലോകത്തിൽ അവരെ കട്ടിലിന്റെ മേലെ ഇരുന്നിട്ട് മുഅ്മിനീങ്ങൾ പറയും, ഹൽ സുബ്ബിബൽ കുഫാറു മാ കാനൂ യഫ്അലൂൻ. സത്യനിഷേധികളെ, നിങ്ങൾക്ക് അല്ലാഹു തആല വഅദ ചെയ്ത ആ നരകത്തിൽ വീണ് നിങ്ങൾ അനുഭവിച്ചോളീം. നിങ്ങൾക്ക് അല്ലാഹു തആല ദുനിയാവിൽ പരിഹസിച്ചതിന്റെ പ്രതിഫലം, സവാബ് നിങ്ങൾക്ക് കിട്ടിയില്ലേ എന്ന് മുസ്ലിമീങ്ങളെ, മുഅ്മിനീങ്ങളെ സ്വർഗത്തിൽ വെച്ച് കാഫിരീങ്ങളെ പരിഹസിക്കുമെന്ന് ഖുർആൻ പറയുമ്പോൾ, ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്നൽ മുസ്തഹ്സിഈന ബിന്നാസി ഫിദ്ദുനിയാ. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മുത്തുനബി പറയുന്നു, നാളെ മുഅ്മിനീങ്ങള്, ഇൽമിന്റെ മജ്‌ലിസിൽ ഇരുന്ന മുഅ്മിനീങ്ങള്, പള്ളിയിലേക്ക് 5 നേരം ജമാഅത്തിന് വന്ന മുഅ്മിനീങ്ങള്, ദീനീ പ്രവർത്തനം ചെയ്ത മുഅ്മിനീങ്ങള്, പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിച്ച മുഅ്മിനീങ്ങള് നാളെ മഹ്ശറത്തും ചോദിക്കും, അല്ല അല്ലാഹ്, നല്ല പ്രവർത്തനം ചെയ്യുമ്പോൾ ആ ഇബ്രാഹിം ചെന്ന ഒരാള്, അല്ലെങ്കിൽ ആ ഉമർ എന്ന് പറയുന്ന ഒരാള് എന്നെ പരിഹസിച്ചിട്ടുണ്ടല്ലോ, അവൻ ഇപ്പോൾ എവിടെയാണല്ലാ, ഇപ്പോൾ എവിടെയാണ്? അവനൊന്ന് കാണണം ഞങ്ങൾക്ക്. ഇപ്പോഴാണ് ഹബീബായ മുത്തുനബി പറയുന്നത്, ഇന്നൽ മുസ്തഹ്സിഈന ബിന്നാസി ഫിദ്ദുനിയാ യുർഫഉ ലിഅഹദിഹിം യൗമൽ ഖിയാമത്തി ബാബും മിൻ അബ്വാബിൽ ജന്നാ. ആ സ്വർഗ്ഗത്തിൽ മുഅ്മിനീങ്ങൾ സന്തോഷിക്കുമ്പോൾ അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ ഒരു ഡോർ, ഒരു വോൾസ് ഉണ്ടാക്കും, തുറന്നു കൊടുക്കും നരകത്തിന്റെ ഭാഗത്തേക്ക്. എന്നിട്ട് മുഅ്മിനീങ്ങളോട് ചോദിക്കും, അതാ നീ പറയുന്ന, നീ ചോദിച്ചല്ലേ, നീ നല്ല പ്രവർത്തനം ചെയ്യുമ്പോൾ നിന്നെ പരിഹസിച്ച, നിന്നെ ആംഗ്യം കാണിച്ച അവൻ ആ നരകത്തിന്റെ മധ്യത്തിലുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ആ സത്യനിഷേധിയായ, ആ പരിഹസിച്ച മനുഷ്യനെ കാണുമ്പോൾ ഇവൻ വിളിക്കുന്നു, ഓ മനുഷ്യ. അപ്പോഴാണ് അവൻ പറയുന്നത്, ഓ എന്റെ ചങ്ങായി, നിന്നെ ദുനിയാവിൽ ഞാൻ പരിഹസിച്ചു, നിന്നെ ഞാൻ ദുനിയാവിൽ പരിഹസിച്ചു, നിന്നെ കാണുമ്പോൾ പലതും ഞാൻ ചെയ്തു, അതിനുള്ള ശിക്ഷയാണ് ഈ നരകത്തിൽ വീണിട്ട് ഞാൻ ദാ പെടയുന്നു. അപ്പോൾ ഇയാൾ പറയും, ഓ മനുഷ്യ, ദുനിയാവിൽ നല്ല ചെയ്ത കാരണം കൊണ്ട് അല്ലാഹു തആല എനിക്ക് സ്വർഗം തന്നു. ഈ സ്വർഗത്തിൽ പഴങ്ങളുണ്ട്, ഈ സ്വർഗത്തിൽ ഹാറുകളുണ്ട്, ഈ സ്വർഗത്തിൽ കുടിക്കാൻ പറ്റിയ കള്ളുകളുണ്ട്, ഈ സ്വർഗത്തിൽ സുഖിക്കാൻ പറ്റിയ ദുനിയാവിന്റെയും സ്വർഗത്തിന്റെയും സ്ത്രീകളുണ്ട്. അപ്പോൾ അവൻ പറയും, ഒന്ന് ചെന്ന് രക്ഷപ്പെടുത്തും, എനിക്ക് സ്വർഗം വേണ്ട, എനിക്ക് ആ സ്വർഗത്തിൽ കടക്കണ്ട, ആ സ്വർഗത്തിന്റെ ഒരു നിയമത്തും എനിക്ക് വേണ്ട, ആ സ്വർഗത്തിന്റെ ഒരു സ്റ്റെപ്പിലങ്ങിരുന്നിട്ട് ഞാനൊന്ന് രക്ഷപ്പെടട്ടെ. അപ്പോഴാണ് ആ ധിക്കാരിയായ, ആ സത്യനിഷേധിയായ മനുഷ്യനെ ഹരുമ്മ ഹരുമ്മ ബാബ എന്ന് പറയപ്പെടും.
ആ ധിക്കാരിയായ മനുഷ്യൻ അവന്റെ ബേജാറോട് കൂടി, അവന്റെ ടെൻഷനോട് കൂടി ആ ശിക്ഷയിൽ ബന്ധ് ബന്ധ് കത്തി കത്തി ആ നിലക്ക് സ്വർഗത്തിനെ ബാദലും അടുത്തേക്ക് വരും. ഫഇദാ അതാഹു, സ്വർഗത്തിനടുത്തേക്ക് വന്നാൽ ഉഗ്ലിഖ ദൂനഹു, ആ ഡോർ എന്താ മടക്കപ്പെടും. മലക്കൾ ഒറ്റടി കൊടുത്തിട്ട് നരകത്തിന്റെ മധ്യത്തിലേക്ക് പോകും. പിന്നെയും ഇങ്ങനെ തന്നെ എന്താക്കും, സ്വർഗത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കും. അപ്പോഴും കാണും, അപ്പോഴും അവൻ വരും. ചുരുക്കി പറഞ്ഞാൽ 100 വട്ടം അവനെ വിളിച്ചിട്ട് തിരിച്ചയച്ചാൽ അവൻ പിന്നെയും വരും. എന്ത്? നരകത്തിന്റെ അത്രയും വലിയ അസാബാണ്. അങ്ങനെ ഖുർആൻ പറയുന്നു, എത്ര വട്ടം വരുന്നോ ആ സ്വർഗത്തിന്റെ വാതിൽ എത്തുമ്പോൾ മലക്കുൽ ഒറ്റടി അവൻ വീണ്ടും നരകക്കുണ്ടിന്റെ മധ്യത്തിലേക്ക് പോകുന്നു. എന്നിട്ട് പരിശുദ്ധമായ ഖുർആൻ ചോദിക്കുന്നു, فَالْيَوْمَ الَّذِينَ آمَنُوا مِنَ الْكُفَّارِ يَضْحَكُونَ عَلَى الْأَرَائِكِ يَنظُرُونَ هَلْ ثُوبِبَ الْكُفَّارُ مَا كَانُوا يَفْعَلُونَ. ഓരോ വട്ടം ആ സ്വർഗത്തിന്റെ വാതിലടുത്തേക്ക് വരുമ്പോ അവനെ പരിഹസിച്ചുകൊണ്ട് സ്വർഗനിവാസികൾ ചോദിക്കും, ഹൽ സുബ്ബിവൽ കുഫാറു മാ കാനൂ യഫ്അലൂൻ. ദുനിയാവിൽ നിങ്ങൾ പരിഹസിച്ചതിന് പകരമായിട്ട്, ദുനിയാവിൽ ചെമ്മാടിത്തരം ചെയ്തതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഈ നരകത്തിൽ അല്ലാഹു തആല അനുഭവിക്കാൻ കഴിയാത്ത ശിക്ഷകൾ നിങ്ങൾക്ക് തന്നില്ലയോ എന്ന് തിരിച്ച് മുഅ്മിനീങ്ങൾ ചോദിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഒരാളെയും പരിഹസിക്കണ്ട, ഒരാളെയും തരം താഴ്ത്തണ്ട. ഒരാളും ഈ ചെറിയൊരു പാവപ്പെട്ടവൻ ഒരു കാരക്ക കൊണ്ടുവന്നിട്ട് ഞങ്ങളെ മുമ്പിൽ വെച്ചാലും അതിന്റെ തായായിട്ട് കീഴായിട്ട് കാണണ്ട. ചിലപ്പോൾ റബ്ബിന്റെ ഹദ്റത്തിൽ ആ ചെറിയ ഒരു കാരക്കന്റെ മാറുകൊണ്ടായിരിക്കും അവനും ചിലപ്പോൾ രക്ഷപ്പെടുന്നത്, ചിലപ്പോൾ അത് കാരണം ഞങ്ങളും രക്ഷപ്പെടുന്നത്. അപ്പൊ ഒരാളെയും പരിഹസിക്കാൻ അധികാരം ഞങ്ങൾക്ക് ഇല്ല. അതുകൊണ്ട് സാബിഖീങ്ങളുടെ കൂട്ടത്തിലല്ലെങ്കിലും എന്താവണം, അസ്ഹാബുൽ യമീന്റെ കൂട്ടത്തിൽ എന്താക്കണം, പെടണം. എന്നിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ ബാക്കി തുടങ്ങാം. ഖുർആൻ പറയുന്നു, അതാ 3 വിഭാഗങ്ങളാണ് സാബിഖീങ്ങൾ. അള്ളാഹുവിന്റെ സാമീപ്യമുള്ളവരാണ്, അള്ളാഹുവിന്റെ അടുത്ത് ഉള്ളവരാണ്. ഫീ ജന്നാത്തിൻ നഈം, അവർ സ്വർഗത്തിൽ നല്ല സന്തോഷത്തിലാണ്. ഇനി അവർക്ക് സ്വർഗത്തിലുള്ള ആ നിഅമത്തുകൾ സാബിഖീങ്ങൾക്ക് കൊടുക്കുന്നത്, അതേപോലെ അസ്ഹാബുൽ യമീനിന് കൊടുക്കുന്നത്, അസ്ഹാബു ശിമാൽ എല്ലാം പറയും. ഖുർആൻ പറയുന്നു, അലാ സുറുരിൻ മൗളൂന മുത്തഖീന അലൈഹാ മുതഖാബിരീൻ യതൂഫു അലൈഹിം ബിൽദാനും മുഖല്ലദൂൻ ബിഅക്വാബിൻ വഅബാരിക വകൽസിൻ മിൻ മഈൻ ലാ യുസദ്ദഊന അൻഹാ വലാ യുൻസിഫൂൻ വഫാകിഹത്തിൻ മിമ്മാ യതഖയ്യറൂൻ ولحم طير مما يصطهون وحور عين كأمثال اللؤلؤ المكنون جزاء بما كانوا يعملون لا يسمعون فيها لغوا ولا تأثيما إلا قيلا سلاما سلاما. ഇതാണ് സാബിഖീങ്ങൾക്ക് സ്വർഗത്തിൽ വെച്ച് അല്ലാഹു തആല കൊടുക്കുന്ന നിഅമത്തുകൾ. അത് എന്താണ് ഇൻഷാ അല്ലാഹ് നാളത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഞാൻ ഓതി എന്തെങ്കിലും ചെല്ലെങ്കിൽ നാളെയും വേറെ ഒന്നും കൊണ്ടുവരുന്നല്ല, നാളെ ഡയറക്റ്റ് ആരാണ് സാബിഖീങ്ങൾ, ആ സാബിഖീങ്ങൾക്ക് അല്ലാഹു തആല സ്വർഗത്തിൽ കൊടുക്കുന്ന ആ അനുഗ്രഹം എന്താണ്, ഇൻഷാ അല്ലാഹ് നാളത്തെ ക്ലാസ് തുടക്കം അത് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒക്കെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. ജുമുഅ ദിവസമാണ് മുഅ്മിനീങ്ങളെ. എല്ലാവരും ആ ഖുതുബ ഇമാം മിമ്പറിലേക്ക് കയറുന്നതിന് മുമ്പ് എല്ലാ ആണുങ്ങളും പള്ളിയിലേക്ക് വന്നെത്തണു, ധാരാളം സ്വലാത്ത് ചൊല്ലണു. അതേപോലെ അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ ചൊല്ലണു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. ഈ ദിക്ർ ധാരാളം അധികരിപ്പിക്കണം.